ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. ഇതാ ഈ കാണുന്നത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയം പ്ലാന്റിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പോർഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതിങ്ങനെ വളർച്ചയൊക്കെ മുരടിച്ച് നല്ല ഹെൽത്തി അല്ലാത്ത ഷൂട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? നമ്മൾ ഈ പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും സിംഗിൾ പെറ്റൽ പ്ലാന്റ്, കോമൺ ആയിട്ടുള്ള പ്ലാന്റിലായിരിക്കും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പം ആ എടുത്ത പ്ലാന്റ്, അതിനെ താഴോട്ടുള്ള ആ ഗ്രാഫ്റ്റ് ചെയ്യുന്ന താഴോട്ടുള്ള പ്ലാന്റിന് നമ്മൾ പറയുന്ന റൂട്ട് സ്റ്റോക്ക് എന്നാണ്. അപ്പോൾ ഈ ആ പ്ലാന്റിൻ്റെ ചെടികളിങ്ങനെ വളർന്നു വരുമ്പോഴായിരിക്കും ഈ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിൻ്റെ വളർച്ച മുരടിച്ചു പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നല്ല ഒരു ബ്ലേഡ് കൊണ്ട്, മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ട് സാഫൊക്കെ പുരട്ടി നല്ല രീതിയിൽ സാഫ് വരണം. കാരണം സാഫ് പുരട്ടിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ മഴയും പെയ്യത്തില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് സാഫ് പുരട്ടണം. സാഫ് എന്നല്ല, ഏതെങ്കിലും ഒരു ഫംഗിസൈഡ്. ഞാൻ എപ്പോഴും പുരട്ടുന്ന സാഫാണ് എനിക്ക് തോന്നുന്നത് ഇത്തിരൂടെ നല്ലതായിട്ട്. അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചെടിയുടെ പൂവാണ്. നല്ല ഭംഗിയുള്ള പിങ്ക് കളറിലെ പൂവാണ്. പക്ഷേ ആ റൂട്ട് സ്റ്റോക്കിൽ വളർന്നത് കൊണ്ടാണ് നല്ല രീതിയിൽ അത് വളരാതെ നിന്നത്. അപ്പോൾ ഇനി അത് നല്ല രീതിയിൽ വളരും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ.